എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 6 പോലീസുകാർ അസം മിസോറാം അതിർത്തി തർക്കത്തിൽ വെടിയേറ്റ് കൊല്ലപ്പെടുകയും ഉണ്ടായ ഒരു അതിദാരുണമായ വാർത്തയാണ് നമ്മൾ ഇന്ന് ഒന്നാമത്തെ പേജിൽ, ഹിന്ദുവിന്റെ ഒന്നാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതിന്റെ കാരണം എന്തൊക്കെയാണ് സംഭവിച്ച സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്ന് ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 6 policemen killed in Assam Mizoram road. ഇതൊരു രാജ്യത്തിനകത്തെ അല്ലെങ്കിൽ വളരെ ഉള്ളിനകത്ത് അല്ലെങ്കിൽ രാജ്യത്തിനകത്തെ രണ്ട് സംസ്ഥാനങ്ങളുടെ അതിർത്തി തർക്കത്തിലാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു പ്രോബ്ലം സംഭവിച്ചു പോയത്. എന്താണ് ഈ അതിർത്തി തർക്കത്തിന് കാരണമായത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഏകദേശം 6 പോലീസ് ഓഫീസേഴ്സ്, ഈവൻ ഇൻക്ലൂഡിങ് 2009 IPS ബാച്ചിലുള്ള ഒരു പോലീസ് ഓഫീസർ അടക്കം ഈ അതിദാരുണമായ സംഭവത്തിന് വിക്ടിംസ് ആവുകയോ അല്ലെങ്കിൽ ഇരയാക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സാഹചര്യം ഉണ്ടാകാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഒരു കൊളോണിയൽ കാലഘട്ടം മുതലുള്ള ഒരു ഇറാഷണൽ ആയിട്ടുള്ള ഡിമാർക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. എന്താണ് ഈ കൊളോണിയൽ കാലഘട്ടം മുതലുള്ള ഡിമാർക്കേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളാണ് അസാമും മിസോറാമും എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങൾ. ഈ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ വളരെയധികമായിട്ട് ട്രൈബൽ പോപ്പുലേഷന്റെ വളരെയധികം ഉയർന്ന എണ്ണം ഉള്ള ഒരു സ്ഥലമാണ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ആ വിഭാഗത്തിന് അല്ലെങ്കിൽ ആ റീജിയനിൽ അവരുടേതായിട്ടുള്ള ഒരു കൾച്ചറും അവരുടേതായിട്ടുള്ള ഒരു സംസ്കാരവും അവരുടേതായിട്ടുള്ള രീതികളും അനുവർത്തിച്ചു വരുന്ന ഒരു വിഭാഗമാണ് നോർത്ത് ഈസ്റ്റേൺ പീപ്പിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടേതായ തനതായ കൾച്ചർ സംരക്ഷിച്ചു പിടിക്കുവാനും അവരുടേതായിട്ടുള്ള ഒരു രീതികൾ സംരക്ഷിക്കുവാനും ആ വിഭാഗം ആഗ്രഹിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ, ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളെ മാനിക്കാതെ നടക്കുന്ന പല ഡെവലപ്മെന്റൽ പ്രോസസ്സുകളും അല്ലെങ്കിൽ പല ഡിമാർക്കേഷൻസും ഈ തലത്തിൽ ഒരു തർക്കത്തിനും അത് മൂലമുണ്ടാകുന്ന മറ്റ് അനിഷ്ട സംഭവങ്ങൾക്കും കാരണമാകാറുണ്ട്. അത്തരത്തിലൊരു പ്രധാനപ്പെട്ട അനിഷ്ട സംഭവമാണ് കഴിഞ്ഞ ദിവസം അസം ബീഹാർ മിസോറാം അതിർത്തിയിൽ സംഭവിച്ചു പോയത്. നമുക്കറിയാം, ഏകദേശം അതിർത്തി പങ്കിടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥലമാണ് കച്ചാർ പ്ലെയിൻസ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത്. ഈ റീജിയന്റെ പ്രത്യേകത എന്താണ്? ഈ വിഭാഗത്തിലെ അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ഏകദേശം 164 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ഈ ഒരു റീജിയനിലാണ് ഏറ്റവും തർക്ക വിഷയം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ തർക്കത്തിനുണ്ടാകാനുള്ള കാരണം എന്ന് പറയാം. അതായത് ഈ വിഭാഗം ആളുകൾക്ക് അല്ലെങ്കിൽ ഈ വിഭാഗത്തിലുള്ള ജനതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മിസോറാം പീപ്പിൾ ഉണ്ട്, മിസോ പീപ്പിൾ ആണ്, ട്രൈബൽ വിഭാഗമാണ് ഈ വിഭാഗത്ത് ഉള്ളത്. എന്നാൽ നമുക്കറിയാം, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ വിഭാഗത്ത് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കുള്ള ഒരു വലിയ റിസോഴ്സുകളുടെ താല്പര്യം ബ്രിട്ടീഷ് ഗവൺമെന്റിന് അവരുടെ കാഴ്ചപ്പാടിൽ അവരുടെ ട്രേഡ് ബെനിഫിറ്റുകൾ ലക്ഷ്യം വെക്കുന്ന ഒരു ഗവൺമെന്റിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഈ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലുള്ള റോ മെറ്റീരിയൽ റിസോഴ്സുകളിൽ കണ്ണുണ്ടായിരുന്നു. എന്നാൽ ആ തരത്തിലുള്ള ബെനിഫിറ്റുകൾ ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കിനിടയിൽ they never considered the interest of those people. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർക്ക് അവരുടേതായ തലങ്ങളിൽ പല ഒരു ഏകപക്ഷീയമായ നയങ്ങളും ഏകപക്ഷീയമായ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയായിരുന്നു 1873 ലുഷായ് ഹിൽസിൽ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ബംഗാൾ ഈസ്റ്റേൺ ഫ്രണ്ടിയർ റെഗുലേഷൻ ആക്ട് 1873. ഇത് ലക്ഷായ് ഹിൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മീസോ പീപ്പിളിനോട് അല്ലെങ്കിൽ മീസോ ജനതയോട് മാത്രം തീരുമാനം എടുത്തിട്ടുള്ള മീസോ പീപ്പിളിനോട് അല്ലെ മീസോ എന്ന ട്രൈബൽ ഗ്രൂപ്പിനോട് മാത്രം അവരുടെ ലീഡേഴ്സിന്റെ തീരുമാനം അല്ലെങ്കിൽ അവരോട് മാത്രം കൺസൾട്ട് ചെയ്ത് കൊണ്ടുവന്ന
ഒരു നിയമവ്യവസ്ഥയായിരുന്നു ഈ ബംഗാൾ ഈസ്റ്റേൺ ഫ്രണ്ടിയർ റെഗുലേഷൻ ആക്ട്. ഇതിന്റെ റിസൾട്ട് ആയിട്ട് ഇന്നർ ലൈൻ പെർമിറ്റുകൾ ഈ രാജ്യത്ത് നിലവിൽ വരാൻ തുടങ്ങി. എന്തായിരുന്നു ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയുന്നത്? ആ വിഭാഗത്തിൽ അല്ലെങ്കിൽ ആ റീജിയനിൽ താമസിക്കുന്ന ആൾക്കാർ ഒഴികെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഏതൊരാൾക്കും എന്ത് വേണം? They actually wanted to avail inner line permit to enter into these premises, into these territories. ഈ വിഭാഗത്തിന് ഈ ജനതയെ അല്ലെങ്കിൽ മിസോ ജനതയ്ക്ക് അനുകൂലമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട്, അതായത് ഈ റീജിയൻ അവരുടെ മാത്രമാണ്, അവർക്ക് പൂർണ്ണ അധികാരത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാട് എന്ന നിലപാടിൽ ഈ ബ്രിട്ടീഷ് ജനത അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ വിഭാഗം ജനതയെ തെറ്റിദ്ധരിപ്പിക്കുകയും they came forward with ILP, inner line permit. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ ബംഗാൾ ഈസ്റ്റേൺ ഫ്രണ്ടിയർ റെഗുലേഷൻ ആക്ട് 1873 പ്രകാരം ഈ മീസോ ജനതയുമായിട്ട് അനുവർത്തിച്ചുകൊണ്ട് they enacted this regulation and they introduced ILP, inner line permit, according to this Bengal Eastern Frontier Regulation Act. അപ്പൊ അതിന്റെ ശേഷം 1875 they demarcated Mizoram and Assam in the കച്ചാർ ഹിൽസിനെയും അതുപോലെ തന്നെ എന്താണ് ലുഷായ് ഹിൽസ് കച്ചാർ പ്ലെയിൻസിനെയും ലുഷായ് ഹിൽസിനെയും ഡിവൈഡ് ചെയ്തു. അത്തരത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ കച്ചാർ പ്ലെയിൻസിൽ അല്ലെങ്കിൽ ലുഷായ് ഹിൽസിൽ താമസിച്ചുകൊണ്ടിരുന്ന വിഭാഗം മിസോ പീപ്പിൾ they accepted 1875 ഡീറെഗുലേഷൻ അല്ലെങ്കിൽ ഡിമാർക്കേഷൻ അവർ അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ വീണ്ടും ഒരു തീരുമാനം ഉണ്ടാകുന്നത് 1933 സെക്കൻഡ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു. എന്തിനാണ് സെക്കൻഡ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നത്? ബോർഡർ ഡിമാർക്കേഷന് വേണ്ടിയിട്ടായിരുന്നു. At this second level border demarcation region time, they never consulted Mizo people. They never consulted Mizo people. They accepted Assamese People's Association or Assamese People Consent. അല്ലെങ്കിൽ അസാമീസിന്റെ അവരോട് മാത്രമാണ് കൺസൾട്ട് ചെയ്തത്. They never consulted Mizo people. So ഏകപക്ഷീയമായി അസാമിന് അനുകൂലമായിട്ട് വീണ്ടും എന്ത് ചെയ്തു? ഡിമാർക്കേറ്റ് ചെയ്തു. 1933 ഡിമാർക്കേഷനെ അസാമും 1875 ഡിമാർക്കേഷനെയാണ് മിസോറാമും അംഗീകരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ തർക്കത്തിന് കാരണമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. ഒരു നടപടി എന്ന് പറയുന്നത് ഈ രണ്ട് കാരണങ്ങളാണ്. അസാമിന്റെ ജനതകൾ അംഗീകരിക്കുന്നത് 1933 സെക്കൻഡ് ബോർഡർ ഡിമാർക്കേഷൻ ആണ് അംഗീകരിക്കുന്നതെങ്കിൽ 1875 കച്ചാർ പ്ലെയിനെയും ലുഷായ് ഹിൽസിനെയും തമ്മിൽ ഡിമാർക്കേറ്റ് ചെയ്തിട്ടുള്ള 1875 ബോർഡർ ഡിമാർക്കേഷനെയാണ് ആരംഗീകരിക്കുന്നത്? മിസോറാം അംഗീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അതിർത്തി തർക്കത്തിൽ ഏറ്റവും അധികം പ്രധാന പ്രോബ്ലം അനുവർത്തിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഇറാഷണൽ ആയിട്ടുള്ള ഒരു നയം തന്നെയായിരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഐസ്വാൾ, കൊലാസി, മാമിറ്റ് തുടങ്ങിയ ഗ്രാമങ്ങളാണ് മിസോറാമിൽ തർക്ക വിധേയമാക്കപ്പെട്ട ഭൂമിയും കരീംഗഞ്ച്, ഹൈലക്കണ്ടി, കച്ചാർ തുടങ്ങിയ സ്ഥലം എവിടെയാണ്? ഈ അസാമിലുമാണ് ഈ പ്രോബ്ലം അനുഭവിക്കുന്നത്. ഇതിന്റെ ഒരു 164 കിലോമീറ്റർ ബോർഡറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ തർക്ക ഭൂമിയായിട്ട് നിലകൊള്ളുന്നത്. നമുക്ക് നോക്കാം. ഏകദേശം 6 പോലീസ് ഓഫീസേഴ്സ് ആണ് ഈ ഒരു സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത്. പലപ്പോഴും ഒരു തർക്കത്തിന് കാരണമുണ്ടായത്. ഇതിന് തർക്കത്തിന് മുൻപ് സെൻട്രൽ ഹോം മിനിസ്റ്റർ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇരു നേതാക്കന്മാരോടും, അതായത് അസാമിന്റെയും മിസോറാമിന്റെയും നേതാക്കന്മാരോടും സീമന്മാരോടും ചർച്ചകൾ നടത്തുകയും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു നടപടിക്രമത്തിലൂടെ തർക്കങ്ങൾ പരിഹരിക്കാവുന്നതുമാണ് എന്ന ഒരു സാധ്യതയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിന് അല്ലെങ്കിൽ ആ പ്രത്യാശയ്ക്ക് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ നിർഭാഗ്യകരമായ ഒരവസ്ഥ ഉണ്ടായത്. സോ ദാറ്റ് എനിവേ in our Constitution of India, we have our own constitutional devices to overcome all these kind of constitutional machinery to overcome all these border disputes in the states. അത്തരത്തിലൊരു സുപ്രീം കോടതി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പാർലമെന്റിന്റെ
അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം അല്ലെങ്കിൽ ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു തീരുമാനപ്രകാരം മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കംപ്ലൈന്റുകൾ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുവാനും ഭരണഘടനാ നിർബന്ധമായിട്ടുള്ള ആർട്ടിക്കിൾ 263 അധിഷ്ഠിതമായിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽസിനെ സ്ഥാപിക്കുവാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർ സ്റ്റേറ്റ് ആർട്ടിക്കിൾ 301 മുതൽ 307 വരെയുള്ള ഭാഗങ്ങളിൽ ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ സംരക്ഷിക്കുവാൻ വേണ്ടി എനിവേ വി ഹാവ് എ കൈൻഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറീസ് ടു സെറ്റിൽ ഡൗൺ ഓൾ ദീസ് കൈൻഡ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. അല്ലാതെ ഇത്തരത്തിലുള്ള വയലന്റ് ആയിട്ടുള്ള അഗ്രഷനിൽ കൂടി അല്ല ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആയിരുന്നു ആൻ എമിഗ്രേഷൻ ബിൽ ദാറ്റ് ഡസ് നോട്ട് ഗോ ഫാർ ഇനഫ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിലെ എമിഗ്രേഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ എമിഗ്രേഷൻ പ്രൊസീജിയേഴ്സ് മുഴുവൻ നടപ്പിലാക്കപ്പെടുന്നത് 1983 എമിഗ്രേഷൻ ആക്ട് പ്രകാരമാണ്. എന്നാൽ 2021 എമിഗ്രേഷൻ ബിൽ ഒരു പുതിയ ലക്ഷ്യങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ആ ലക്ഷ്യങ്ങൾ പലപ്പോഴും പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ അർത്ഥത്തിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായില്ലെങ്കിൽ ഒരു പ്രോബ്ലമായിട്ടും 2021 ബില്ലിനെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് 2021 ബില്ലിനുള്ള അധിഷ്ഠിതമായിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഒരുപാട് പ്രവാസികൾ ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യത്തേക്കും predominantly they moving forward to മിഡിൽ ഈസ്റ്റ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നമുക്കറിയാം സൗദി അറേബ്യ, കുവൈറ്റ് UAE തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലേക്കാണ് പ്രധാനമായും ജനങ്ങൾ കടന്നു പോകുന്നത്. ആ ജനങ്ങളെ സംരക്ഷിക്കുവാനും അവർ അവിടെ പലപ്പോഴും എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണത്തിന് വിധേയമാക്കപ്പെടാനും കുറഞ്ഞ ശമ്പളം അല്ലെങ്കിൽ ശമ്പളമില്ലാത്ത തലങ്ങളിൽ അല്ലെങ്കിൽ വളരെ എക്സ്ട്രീം സിവിയർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് വാങ്ങിക്കുക, ഈ ജോലിക്ക് പോകുന്ന എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് കൂടുതൽ എമൗണ്ട് വാങ്ങിക്കുക, അവരെ ചൂഷണം ചെയ്യുക, അവരെ കബളിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ എമിഗ്രേഷൻ ബിൽ 2021 മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഇതിനകത്തൊരു ഇംപ്രൂവ്മെന്റ് ഉള്ളപ്പോൾ തന്നെ ഒരുപാട് ഡ്രോബാക്കുകളും ഈ നിഖിൽ ഈപ്പൻ എന്ന എഴുത്തുകാരൻ ഇതിനെ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു. 4 years independent investigations into migrant workers' conditions have underlined serious exploitative practices, which include large recruitment charges, contract substitution, deception, retention of passport, non-payment or underpayment of wages, poor living conditions, discrimination and other forms of ill treatment. പലപ്പോഴും ഒരു ജോലിക്കാരന് അല്ലെങ്കിൽ ജോലിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു എംപ്ലോയി മറ്റു രാജ്യത്ത് ചെല്ലുമ്പോൾ അവരുടെ പാസ്പോർട്ട് വാങ്ങിച്ചു വെക്കുകയും ആ പാസ്പോർട്ട് അല്ലെങ്കിൽ അവരെ ജോലിക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഏത് വിധേനയും അവരെ ജോലി ചെയ്യിപ്പിക്കുക എന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്കെതിരെയുള്ള ഒരു നയമായിട്ടാണ് ഈ ഒരു സാഹചര്യം 1983 എമിഗ്രേഷൻ ആക്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. വിച്ച് സെറ്റ്സ് അപ്പ് എ മെക്കാനിസം ഫോർ ഹയറിംഗ് ത്രൂ ഗവൺമെന്റ് സർട്ടിഫൈഡ് റിക്രൂട്ടിംഗ് ഏജൻറ്റ്സ്, ഇൻഡിവിജ്വൽസ് ഓർ പബ്ലിക് ഓർ പ്രൈവറ്റ് ഏജൻസീസ്. It outlines obligation for agents to conduct the due diligence of prospective employees, set up a cap on service fee, and establishes a government review of worker travel and employment documents to 18 countries, mainly in West Asian countries and Southeast Asian countries as well. അതായത് പലപ്പോഴും ഒരു ഗവൺമെന്റ് മെഷീനറി അല്ലെങ്കിൽ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ഏജൻസികൾ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ഏജൻസികളാണ് ഇത്തരത്തിൽ ഒരു ഓതറൈസ്ഡ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കുക. അത്തരത്തിൽ അനുവദിക്കപ്പെടുന്ന ഓതറൈസ്ഡ് ഏജൻസ് എന്ത് ചെയ്യണം? അവരുടെ ഏത് എംപ്ലോയറിനെ അവരുടെ വേക്കൻസീസ് എവിടെയാണ് വരുന്നത് അവിടെ പോയി അവിടെ സ്ഥലങ്ങൾ പരിശോധിക്കുകയും കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആവശ്യങ്ങൾ ജെനുവിൻ ആണോ, അല്ലെങ്കിൽ ഇവരുടെ സ്റ്റാഫിന് കിട്ടുന്ന പരിഗണന ഈക്വൽ ആണോ, ജെൻഡർ ബയസ്ഡ് ആണോ, ഏതെങ്കിലും തരത്തിലുള്ള പീഡനം അനുഭവിക്കപ്പെടുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണോ എന്നൊക്കെ ആര് പരിശോധിക്കേണ്ടതുണ്ട്? ഈ എംപ്ലോയർ പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ സ്ഥലം വിസിറ്റ് ചെയ്ത് തന്നെ പരിശോധിക്കണം എന്നതായിരുന്നു 1983 നിയമങ്ങൾ. പക്ഷെ അതിൽ നിന്നും ഒരുപാട് മുന്നോട്ട് പോകുവാൻ എമിഗ്രേഷൻ ബിൽ 2021 ആയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പോരായ്മയായിട്ട് പറയുന്നത്. It launches a new immigration policy division, establishes help desk and welfare committees,
require manpower agencies to conduct pre-departure briefing for migrants, and increases accountability of brokers and other intermediaries who are also involved in labor hiring. But the bill does not go far enough. ഈ തരത്തിലുള്ള സാഹചര്യം ഡ്യൂ ഡിലിഗൻസും എല്ലാം നമ്മൾ എന്താണ് 1983 ഇമിഗ്രേഷൻ ആക്ട് 1983 നമ്മൾ കവർ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. എന്നാൽ അവയിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോകുവാൻ ഇതിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ കുറച്ച് ഡ്രോബാക്കുകളെയാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. First of all, the 2021 bill's purpose to consolidate and amend the law relating to immigration of citizens of India, lack of human rights framework aimed at securing the rights of migrants and their families. They can never consult and they never considered the human right aspect of the employees who he or she moving towards employer nations. മറ്റു രാജ്യത്തിലേക്ക് ജോലിക്ക് പോകാൻ ശ്രമിക്കുന്ന ആളുകളുടെ മനുഷ്യാവകാശങ്ങളെ പറ്റിയൊന്നും അല്ലെങ്കിൽ അടിസ്ഥാനപരമായ മൗലികമായ അവകാശങ്ങളെ പറ്റിയൊന്നും ഈ നിയമം അത്ര ഒരു ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്. രണ്ടാമത്തെ significant drawback is that bill permits manpower agencies to charge workers service fee and even allows agent to set their own limit. ഇന്റർനാഷണൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത് ഏജൻസിക്ക് അല്ലെങ്കിൽ ഏജന്റുമാർക്ക് അല്ലെങ്കിൽ കരിയർ ഏജൻസിക്ക് അവരുടേതായിട്ടുള്ള ഫീസ് സെറ്റ് ചെയ്യാനുള്ള അവകാശം വിട്ടുകൊടുത്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്. വിച്ച് ഇസ് അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലേബർ ഓർഗനൈസേഷൻ പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ് കൺവെൻഷൻ നമ്പർ 181. 181ാമത് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ് കൺവെൻഷൻ നമ്പർ 181ന്റെ വയലേഷൻ ആണ്, അല്ലെങ്കിൽ ഇതിനെ കൗണ്ടർ ആക്ട് ആയിട്ടാണ് ഈ ഒരു അനുവാദം കൊടുത്തത് എന്നത് പറയാതിരിക്കാൻ പാടില്ല. ഈ ILO private employment generation number convention number 181 and the ILO general principles and operational guideline for their recruitment recognizes that it is employees, not the workers, who should bear recruitment payments including the cost of their visas, air travels, medical exams and service charges to recruiters. അതായത് ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ എംപ്ലോയിക്ക് വേണ്ട ചെലവുകൾ മുഴുവൻ അല്ലെങ്കിൽ ആരാണെന്ന് വഹിക്കേണ്ടത് ഈ വിഭാഗം അല്ലെങ്കിൽ ആരാണോ എംപ്ലോയർ ആയിട്ടുള്ളത് അയാളാണ് അദ്ദേഹത്തിന്റെ വിസ ചാർജുകൾ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പേയ്മെന്റുകൾ അല്ലെങ്കിൽ ട്രാവൽ, മെഡിക്കൽ എക്സാംസ് എല്ലാ തരത്തിലുള്ള ചെലവുകൾ വഹിക്കേണ്ടത് ആരാണ്? എംപ്ലോയർ ആണ്, അല്ലാതെ എംപ്ലോയി അല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് എടുത്തു പറയുന്നത്. Large scale surveys by ILOs and World Bank show that Indian workers pay exorbitant charges for their jobs and that poorer workers pay progressively larger fees. അല്ലെങ്കിൽ പല സർവേസും കണക്കാക്കുന്നത് ഈ ഒരു നയ കാരണം പല പാവപ്പെട്ട സാധാരണക്കാരായ തൊഴിലാളികളും they pay exorbitant fee for their employment to their respective ഇമിഗ്രേഷൻ ഏജൻസ് അല്ലെങ്കിൽ ഏജന്റുകൾ അല്ലെങ്കിൽ ഏജൻസീസിന് ഇവർ ഒരുപാട് ജോലിക്ക് വേണ്ടിയിട്ട് പണം നൽകുന്ന അല്ലെങ്കിൽ പണം ചാർജ് ഫീസ് ആയിട്ട് നൽകേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ they are paying very low profile and they will have to pay a very higher amount as their fee or remuneration to their recruiting agencies. അത് പലപ്പോഴും ഈ ഒരു വിഭാഗം ആൾക്കാരെ ഒരു ഡെപ്റ്റ് ട്രാപ്പിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാധ്യതയിലേക്ക് എത്തിക്കും. So they will have to withdraw money from the exorbitant at a cost of higher percentage rate. വലിയ ഒരു പണത്തിന് ചിലവുള്ള അല്ലെങ്കിൽ വലിയ ഒരു പലിശയ്ക്കൊക്കെ പണം വാങ്ങി കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു മേഖല കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്. But perhaps bill most glaring inclusion that it permits government authorities to punish workers by cancelling or suspending their passport and imposing fines up to ₹50,000 for violating any of the bill's provision. ഇത്തരത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു നിയമത്തിന് അല്ലെങ്കിൽ ബില്ലിന് വിപരീതമായി അല്ലെങ്കിൽ ബില്ലിനെ അനുസരിക്കാതെയോ ബില്ലിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എംപ്ലോയിയുടെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുകയോ സസ്പെൻഡ് ചെയ്യുകയോ അതുമല്ല എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് 50,000 രൂപ വരെ ഫൈൻ ഇടാവുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള ഒരു അനുവാദമാണ് ഈ ഒരു ബില്ല് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ when it enforced, it can be used as a tool to crack down on workers who migrate through unregistered brokers or visa via irregular arrangements such as on tourist visas,
ഇത്തരത്തിൽ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓതറൈസ്ഡ് അല്ലാത്ത ഏജൻസി വഴിയൊക്കെ ജോലി സമ്പാദിച്ചിട്ടുള്ള ആൾക്കാർക്കെതിരെ നടത്താനുള്ള ഓതറൈസ്ഡ് എംപ്ലോയേഴ്സിന് ക്യാൻ ഇനിഷ്യേറ്റ് പ്രഷേഴ്സ് ഓൺ the authorities to commence any kind of actions against such employees. പത്രത്തിലുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ഒരു സാധാരണ ഈ ഒരു തരത്തിലൊരു പ്രതികാര നടപടികളിലേക്കും ഇത്തരത്തിലുള്ള ഒരു സാധ്യത മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉള്ള ഒരു സാഹചര്യമുണ്ട്. Criminalizing the choices migrant workers make either way because they are unaware of the law, under the influence of their recruiters, or simply desperate to find decent job in deplorable runs contradictory to the purpose of protecting migrants and their families and violates international human rights standards. Recruits and public officials could misuse the law to instill fear among workers and report or threaten to report them. ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ചില ആളുകൾ വിസിറ്റിംഗ് വിസയിലൊക്കെ വിദേശത്ത് ചെന്ന് അവിടെ നിന്ന് ജോലി കണ്ടെത്തുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെ പേടിപ്പെടുത്താനും അവരെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള പാർശ്വവൽക്കരിക്കുവാനും അവരെ ത്രെട്ടൻ ചെയ്യാനുമുള്ള ഒരു ടൂളായിട്ട് ഇത് പലപ്പോഴും ഉപയോഗിച്ചേക്കാം എന്നതാണ് ഇതിലെ ഓത്തർ നിഖിൽ ഈപ്പൻ മുന്നോട്ട് വയ്ക്കുന്ന ചില ഡൗട്ടുകൾ എന്ന് പറയുന്നത്. ദിസ് ബിൽ ഡസ് നോട്ട് also adequately reflect the gender dimensions of labor migration, where women have limited agency in recruitment compared to their counterparts and are mostly likely to be employed in marginalized and informal sectors and or isolated occupation in which labor, physical, psychological, and sexual abuse are common. The bill also provides limited space for worker presentation or civil society engagement in the policy and welfare bodies that it sets up. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ജെൻഡറിലി ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സാധ്യതയിലേക്കല്ല ഈ ഒരു നിയമം അല്ലെങ്കിൽ ബില്ല് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരിക്കലും ഒരു ജെൻഡർ അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങളെയും ചിലപ്പോൾ പലപ്പോഴും ഈ വിഭാഗം ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണത്തിന് ഇരയാക്കപ്പെടുക, ഈവൻ ഇവരെ സെക്ഷലി അബ്യൂസ് ചെയ്യിക്കുവാനുമുള്ള ഒരു സാധ്യതയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാൻ സാധ്യതയുള്ള ഒന്നായിട്ട് മാറാൻ ചാൻസ് ഉള്ള ഒരു ബില്ലാണ് എന്നതാണ് നിഖിൽ ഈപ്പൻ അല്ലെങ്കിൽ ഈ ഓഥർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം എന്ന് പറയുന്നത്. To ensure that labor recruitment works for the tens of thousands of Indian women and men who migrate outside our borders each year, the Ministry of External Affairs must start at the top and draft a clearer purpose and explicitly recognize the contributions of Indian workers, the unique challenges they face, and uphold the dignity and human rights of migrants and their families. അതായത് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് എപ്പോഴും എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ഇന്ത്യക്ക് പുറത്ത് പോയി ജോലി ചെയ്യുകയും അവർ ഇന്ത്യക്ക് നൽകുന്ന കോൺട്രിബ്യൂഷനെയും കണക്കിലെടുത്തുകൊണ്ട് മാനവികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള മനുഷ്യത്വപരമായിട്ടും മൗലികമായ അവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതുമായിട്ടുള്ള ഒരു സാധ്യമായിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ് ഇവിടെ നടത്തേണ്ടത് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിളായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നതും സംസാരിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ടോപ്പിക്. So I request everyone to go through these articles and make your own notes and study well. Have a great day. Thank you.